ഹായ്, അമൃതാനന്ദമയി മഠത്തിനെ കുറിച്ചിട്ട് അവിടെ 28 വർഷം ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ പുറത്തേക്ക് വന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. വെരി ഡേഞ്ചറസ് സോൺ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് 8 ദിവസമായിട്ട് ഇങ്ങനെ തട്ടിപ്പോയില്ലേ എന്നുള്ളതാണ്. അതിനകത്ത് നടക്കുന്നത് അത്രത്തോളം തീവ്രവാദപരമായ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ എന്താണെന്നറിയാമോ, അമൃതാനന്ദമയി അല്ലേ ആള്, അപ്പൊ പിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. എന്താണ് അവിടെ നടന്നതെന്ന് ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 2 years ബാക്കാണ്. അന്ന് വിത്ത് എവിഡൻസ് ആണ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ഓൺ അൺഫോർച്യൂൺ. എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞില്ലേ, അതിൻ്റെ ഒപ്പം ഇതും പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയെ പറ്റി അറിയാതിരുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് തിരക്കായിരുന്നു. കോട്ടയത്ത് എത്തപ്പോൾ പ്ലെൻറ്റി ടൈം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ടൈമില്ല കുട്ടികളെ, അതാണ് പ്രശ്നം. മുതിർന്നവരും ഉണ്ടാവില്ല, കുട്ടികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും എടുത്തുമായിട്ട്. നമുക്ക് അമൃതാനന്ദമയി വിഷയത്തിലേക്ക് വരാം. സത്നാ സിംഗിന്റെ മരണത്തോടനുബന്ധിച്ചിട്ട് നടന്ന കുറേയധികം വിശേഷങ്ങളെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് അതിനകത്തുനിന്ന് വായിച്ചാൽ മനസ്സിലാക്കും. ഇതേ സെയിം സാധനം പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമൃതാനന്ദമയി ഹെർസെൽഫ് കോടതിയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഈ കേസുമായി മുൻപോട്ട് പോകാൻ തയ്യാർ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ വീഡിയോ ഇട്ടപ്പോഴൊക്കെ കേസുകൾ വരികയും അങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ പോയപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പം ഇതിനകത്ത് ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഒരു ലേഡി തന്നെയാണ് അവർ. അപ്പം ആ വിഭാഗത്തിനോട് ഇവർ കാണിക്കുന്ന സഹിഷ്ണുത, അല്ലെങ്കിൽ ഇവർക്ക് അവരോടുള്ള ഒരു ഇത്, അതൊക്കെ അവരുടെ തന്നെ ബിൽഡിങ്ങിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് താഴേക്ക് ചാടി മരിച്ച ഒരു പെൺകുട്ടിയുടെ അവസ്ഥയെപ്പറ്റി ഇവർ പറഞ്ഞൊരു വാക്കുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. കൊക്കിലൊതുങ്ങുന്നതല്ലേ കൊത്താൻ പാടുള്ളൂ എന്ന്. അതായത് ഈ ഒരു അലക്കുകാരനാണ് ആ പുള്ളിയുടെ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛൻ. അങ്ങനെയുള്ള ഒരുത്തൻ്റെ മകൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കാനൊക്കെ വരുന്നത് എന്തിനാണ്? അതൊക്കെ കൊക്കിലൊതുങ്ങുന്നതാണോ എന്നാണ് ചോദ്യം. അപ്പം ഇവർക്ക് ആ ഒരു എന്താ പറയുക, ജാതി വിഭാഗത്തിനോടുള്ള ഒരു സഹിഷ്ണുതയുടെ ലെവലാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. യാതൊരു രീതിയിലും ആരോടും ഒരു ദയാദാക്ഷിണ്യമോ ദയാവായ്പോ ഒന്നും ഇല്ലാത്ത കരുണയില്ലാത്തൊരമ്മയാണ് കരുണാമയിയായ കരുണമ്മ. NGOs ഒക്കെ തന്നെ ഞാൻ എഗൻസ്റ്റ് ആകുന്നതിൻ്റെ ഒരു റീസൺ, ഒരു പരിധി വരെ ഇവരൊക്കെ കള്ളത്തരങ്ങളുടെ ഉസ്താക്കന്മാരാണ്, അത് മനസ്സിലാവുന്നത് കൊണ്ടാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ പുള്ളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അതിശയിക്കേണ്ട കാര്യമാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഏത് നിമിഷവും തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുള്ളിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. എന്താണെന്നറിയുമോ, 28 വർഷമായി ആ തള്ളയുടെ കള്ളത്തരത്തിന് കൂട്ടുനിന്ന് അവിടെ കയറി നിന്ന ഈ കള്ളൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂ പറയാൻ വേണ്ടി മാത്രമാണ്. പുള്ളിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ട് ഞാനതവിടെ ഷെയർ ചെയ്യുന്നില്ല. ആൻഡ് ദെൻ അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം, ഇവരുടെയൊക്കെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അമൃതാനന്ദമയിയുടെ മഠത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ ഇവരുടെ പാൻ കാർഡ്, ഇവരുടെ ആധാർ കാർഡ് ഒക്കെ അവരുടെ കസ്റ്റഡിയിലാണ്. അതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ സ്വാഭാവിക പ്രക്രിയ. ഇതൊന്നും ഒരു റെലവൻ്റ് ആയിട്ടുള്ള സംഗതിയല്ല. എന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സൂപ്പർ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക, ഇതൊന്നും അവിടെ എടുക്കൂല. പിന്നെ അമൃതാനന്ദമയിക്ക് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ട്, അവിടെയുള്ള അന്തേവാസികളുമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയും. ഇതൊന്നും എടുക്കൂല. ഇതിനേക്കാൾ ബലപ്പെട്ട സാധനങ്ങൾ നമ്മൾ കൊണ്ടുവച്ചാർക്ക് പുല്ല് വിലയായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, NGOസിനൊക്കെ തന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി, അത് മഴവെള്ളം പോലെയാണ് അവർക്ക് കിട്ടുന്നത്. ഭയങ്കര ഹ്യൂജാണ്. എണ്ണം പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അമ്മാതിരി പൈസ വന്ന് ഇറങ്ങും. ഉദാഹരണത്തിന് ഫിറോസ് കുന്നംപറമ്പിൽ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. ആദിവാസികളെ സഹായിക്കാനെന്നും പറഞ്ഞിട്ട് ചുമടുമൊക്കെ താങ്ങി പിടിച്ച് അങ്ങോട്ട് മേളിൽ കയറിപ്പോയി 2 വട്ടം കയറി ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളിക്ക് 1 കോടി രൂപയുടെ പ്രോപ്പർട്ടിയും അതിനേക്കാൾ വിലയുള്ളൊരു വീടും അതിനേക്കാൾ വിലയുള്ള വണ്ടിയും അങ്ങനെ തുടങ്ങി പുള്ളി ഫണ്ടിൻ്റെ മേളിൽ ഫണ്ട് കൊണ്ടങ്ങ് നിറഞ്ഞു. 5 സ്ഥാപനങ്ങളുടെ ഉടമയാണിപ്പോൾ. അത്യാവശ്യം നല്ല രീതിയിൽ ലക്ഷറിയസ് ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നന്മ പ്രവർത്തികൾ എന്ന രീതിയിൽ ഈ ഒരു കച്ചവടം നടത്തുന്നുണ്ട്. ബ്ലാക്കിനെ വൈറ്റ് ആക്കാൻ ഏറ്റവും നല്ല പരിപാടി ട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക, അതിൽ ത്രൂ ക്യാഷ് ഇറക്കി കയറ്റുക എന്നുള്ളതാണ്. ബ്ലാക്ക് മണി വൈറ്റ് ആയ ടാക്സ് ഒന്നും കൊടുക്കണം, ടാക്സ് വെട്ടിക്കുക. അപ്പോൾ ഇതിന് എന്താണ് ആത്യന്തികമായിട്ട് വേണ്ടത്? നല്ലൊരു അക്കൗണ്ടൻറ്റ്, നല്ലൊരു ഓഡിറ്റർ വേണം. പുള്ളിക്കാരൻ ഇനി വരുന്ന കാശുകളൊക്കെ തന്നെ വകമാറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രസ്തുത തുക എമൗണ്ട്, ഇപ്പോൾ നമുക്കൊരു 2 കോടി രൂപ ബാങ്കിലേക്ക് വന്നു എന്ന് വയ്ക്കാം. എത്ര കിട്ടും ഇൻട്രസ്റ്റ്? ആ ഇൻട്രസ്റ്റ് അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ പോരെ, ആ പൈസ അവിടെ ലിക്വിഡായിട്ട് കിടക്കത്തില്ലേ? ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന പൈസ ഇതുപോലുള്ള ഉദ്യോഗസ്ഥ ബന്ധങ്ങൾക്ക് കീമണി കൊടുക്കുക. നല്ല ബ്രൈബറിയാണ് അതിൽ കൂടെ അവർ നേടുന്ന ഒരു കാര്യം. ഞാൻ ഇതൊന്നും പറയാൻ ആളല്ല. ഒന്നാമത്തെ കാര്യം, അവിടെ വരുന്ന ഫണ്ട് അത് നമ്മൾ കൊടുക്കുന്നില്ല, നാട്ടുകാർ കൊടുക്കുന്നത്. നാട്ടുകാർക്ക് ഭ്രാന്തായിട്ടല്ലേ ഈ പൈസയൊക്കെ കൊടുക്കുന്നത്. പോട്ടെന്ന് കുറച്ച് പൈസ. അവിടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊരു സീരിയസ് സംഗതിയാണ്.
സ്പെഷ്യലി രത്ന സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ, ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേസമയം ഈ ഒരു ജപ്പാൻ സ്വദേശി അവിടെ മരണപ്പെട്ടിരുന്നു. ജപ്പാൻ സ്വദേശി മാത്രമല്ല, 3-4 പേരുടെ മരണം ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർ ഡ്രഗ് ഉപയോഗിച്ചതാണെന്ന് ഒരു കാരണം പറയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, അവർക്ക് പെട്ടെന്നെന്തോ പ്രശ്നമാകും, അവർ അക്രമകാരിയാകും, മാനസിക സംഘർഷമുണ്ടാകും, ഡിപ്രഷൻ ലെവലിൽ അവർ കയറി സ്വയം അങ്ങോട്ട് ജീവൻ അവസാനിപ്പിക്കും. ഇത് ഭയങ്കരമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ സത്ന സിംഗിൻ്റെ കേസ് എന്തെന്ന് പറഞ്ഞാൽ മാതാമൃതാന്തമയ്യെ തല്ലിക്കൊല്ലാനായിട്ട് കയറി എന്നുള്ളതാണ്. അവരടി ആക്രമിക്കാൻ കയറിയെങ്കിൽ ശിഷ്യനല്ലയോ, അവരെ വിശ്വസിച്ചിട്ട് കുടുംബവും വീടും ഒക്കെ വിട്ട് കളഞ്ഞ് സന്യാസത്തിലേക്ക് വന്നതല്ലയോ. ആ പയ്യൻ എന്തിനാ അങ്ങനെ കൊല്ല ചെയ്തേ? എങ്ങനെ കൊന്നല്ലേ? അതാണ് ചാൻസ്. തല്ലാൻ കയറി അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു, പോലീസ് കേസെടുക്കുന്നു, പോലീസ് കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തിന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതിന് പകരം പേരൂർക്കടയുള്ള ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ തന്നെ അദ്ദേഹത്തിന് ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കി തലയ്ക്കകത്തൊക്കെ കാലിൽ വെച്ച് അടിച്ച് പൊട്ടിച്ചാണ് കൊന്നു കളഞ്ഞത്. ആരാ കൊന്നേ? കൂടെ ഉണ്ടായിരുന്ന മറ്റു മാനസിക രോഗികളെന്നാണ് എഴുത്ത്. ഈ മാനസിക രോഗികളുടെ കൂടെ അങ്ങേരെ കൊണ്ടിട്ട് എന്തിന്? അങ്ങേർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, പുള്ളി ആഹാരമൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല, വല്ലാത്തൊരു ഇതായിരുന്നു, വെള്ളം കൊടുത്തില്ല, പുള്ളി കക്കൂസ് ക്ലോസറ്റിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുടിച്ചു, അങ്ങനെയൊക്കെയായിരുന്നു റിപ്പോർട്ട്. ഞാൻ ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ, എൻ്റെ കയ്യിൽ ഇതിനൊക്കെ ക്ലിയർ എവിഡൻസും ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി, കുറേയൊക്കെ റിപ്പോർട്ടിങ്ങിലൂടെ പോയി, കുറേ എൻ്റെ ചാനലിൽ നിന്ന് പോയി. അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് റീകളക്ട് ചെയ്തിട്ടൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത് ചെയ്തേ ഉള്ളൂ. ഇപ്പം ഞാൻ ചെയ്യാതിരുന്നതിൻ്റെ കാരണം 8 ദിവസം ആയാലും എന്താ അനങ്ങാത്തതെന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ലായിരുന്നു. സെക്കൻഡ് തിങ്, സായി എന്ന് പറയുന്ന വൃത്തിയായിട്ട് എൻ്റെ ചാനൽ ഞാൻ കാണാറില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞുള്ള വൈരാഗ്യമാണ്. അപ്പോൾ അതിൽ കൂടെയാണ് ഈ ന്യൂസ് വന്നതെന്നുള്ളതാണ് ഞാൻ കണ്ടത്. എനിവേ, ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അത് സത്യസത്യമായ കാര്യങ്ങളാണ്. അതായത് അവരുടെ തന്നെ ഒരു ശിഷ്യൻ അവിടെ വന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ശിഷ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റനായിട്ടുള്ള സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സംഭവമൊന്നുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അവിടെ ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമല്ലേ. പക്ഷെ അതിനെന്നും സർക്കാർ തലങ്ങളിൽ അവർക്ക് കയറി മുട്ടയിടാൻ പറ്റത്തില്ല. ഞാൻ അതിശയത്തോടു കൂടി കണ്ടത് APJ അബ്ദുൽ കലാം തുടങ്ങി ഈ ഇവിടെയുള്ള പ്രമുഖരെല്ലാവരും വന്ന് ഈ സ്ത്രീയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്നതാണ്. കോമൺ സെൻസ് ശിക്ഷ വള്ളിയില്ലാത്ത കുറേ മനുഷ്യർ, നമ്മളൊക്കെ ഏറ്റവും വലിയ ജ്ഞാനി എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ വന്നിട്ട് ഇവരുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ്. ശാസ്ത്രാവബോധം വളർത്തണമെന്ന് പറയുന്ന ഭരണഘടനയെ അനുസരിച്ച് ഭരണം നടത്തുന്ന ഭരണ നേതൃത്വത്തിലിരിക്കുന്ന മണ്ടന്മാർ പോലും പോയിട്ട് കുമ്പിട്ട് തന്ന് ഉമ്മയെ വാങ്ങിച്ചോട്ട് വരുന്ന സിനാരിയോണ് നമ്മൾ കാണുന്നത്. ഓഫ്കോഴ്സ് പ്ലെൻറ്റി മണി എല്ലാവരും ഡൊണേറ്റ് ചെയ്യും. ഇപ്പം നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കുട്ടിയുടെ പിറന്നാൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് പാവപ്പെട്ടവരൊന്നും മുമ്പിൽ കാണാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലത്തെ ട്രസ്റ്റുകൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അനാഥ കുട്ടികൾ നോക്കുന്ന ട്രസ്റ്റുകളിൽ കൊണ്ട് കൊടുക്കും, അരി വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടുന്നത് ഇപ്പം ഒരിടത്തും ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടെന്ന് വെക്കാം, സപ്പോസ് സച്ച് ഇൻ കേസ് ഒരു അനാഥാലയം ഉണ്ടെന്ന് വെക്കാം. അവിടേക്ക് എന്തൊക്കെ വരും? വരാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം പാവപ്പെട്ട കുട്ടികളാണ്, ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും എത്തിക്കണമെന്നുള്ളത് കൊണ്ട് വരും. ഒരു ചാക്കരിക്ക് ഇത്ര രൂപയേ ഉള്ളൂ, ആളുകൾ വാങ്ങിച്ചു കൊടുക്കും. പൈസ ഉള്ളവരല്ലേ, എല്ലാവരും ചെയ്യും. ആ ഫണ്ട് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാൻ ഒക്കത്തില്ല. കാരണം അത് പേഴ്സണലാണ്, അവരുടേതാണ്. ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാം, എടാ ഗവൺമെൻറ് നീ എൻ്റെ പണം കൊണ്ട് എന്ത് ചെയ്തടാ, നമ്മൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പോൾ റേഷൻ തിരിയേരോ ദിവസം താമസിച്ച് നമ്മൾ ചോദിക്കില്ല, ആഹാ ഡച്ചൻ്റെ സ്വത്തിൽ നിന്നാണോ അവിടെ വരുന്നത്, ഞങ്ങൾ തന്ന ടാക്സിലല്ല, മര്യാദയ്ക്ക് താടാ. നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യം നമ്മുടെ പൈസയാണ്, അതുകൊണ്ട്. അത് നമ്മുടേതല്ല, നമ്മൾ കൊടുത്തുപോയി, പിന്നെ വേണമെങ്കിൽ ഒക്കത്തില്ല. അവിടെ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. ഡ്രഗ് ഡീലിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് അയാൾ പറഞ്ഞാൽ ഓക്കെ, അയാൾക്കൊപ്പം നിൽക്കാം. അത് സീരിയസ് അലിഗേഷനാണ്. ഈ പൈസ കച്ചവടമൊന്നും ഒരു അലിഗേഷൻ അല്ല കേട്ടോ. ടാക്സ് വെട്ടിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ NIA അടുത്ത് പറയടേ. NIA വരാത്തതെന്ത്? NIA പോലും വിലക്കെടുക്കാനുള്ള സാധനം തള്ളയുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഞാൻ എൻ്റെ നാക്കുണ്ടല്ലോ, ചുച്ചിട്ടാ ബൈബ് കത്തും ബൽബിട്ടാ സ്വിച്ച് കത്തും എന്നുള്ള ചോദ്യമാണ്. ചില നേരത്തെ അവതരണമൊക്കെ കണ്ടുണ്ട്, ശിവനേ ഒരു വാഴ ഞൊണ്ണേ അറിയത്തില്ല, പറയണൊക്കെ കേട്ടാ. പക്ഷേ എന്താണെന്നറിയാമോ? അവർക്കുള്ള അക്സെപ്റ്റൻസ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും, ഒരു തട്ടലും ഒരു ചൊക്കാളി ഒരു സ്വീറ്റും കൊടുക്കും. ഇത് വാങ്ങി തിന്നുകൊണ്ട് എല്ലാവരും ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകും. അവരിപ്പം പടർന്ന് പന്തലിച്ച് ആൽമരത്തിൻ്റെ ബലത്തിൽ നിൽക്കുന്ന ഒരു സാധനം, അതിനെ പുഴുതറിയാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കിക്കൊള്ളുക. അത് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നെന്താന്ന് പറഞ്ഞാൽ ഇനി അവിടെ മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഈ പുറത്തേക്ക് വന്ന 28 വർഷത്തെ മണ്ടൻ ഒന്നും സംഭവിക്കാതിരുന്ന് രക്ഷപ്പെട്ട് ജയിച്ച്. ഇപ്പോൾ പുറത്തേക്ക് വന്ന് ഇത്രയും പേര് നമ്മളടുത്തൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി ഇവനെ തൊടൂല. തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അവർക്കറിയാം, അതുകൊണ്ട് തൊടൂല. രത്ന സിംഗിനെ പോലുള്ളവരൊക്കെ മരണപ്പെട്ടു. അല്ല വേറൊരു പെൺകുട്ടിയുടെ ജപ്പാൻ സ്വദേശിയായിട്ട് ഒരു പെണ്ണ് മരിച്ചെന്ന് പറഞ്ഞില്ല. അയ്യോ,
അതായിരുന്നു ഹൊറിബിൾ. കാരണം അവർ മരിച്ചു നിന്ന ഒരു വിധം, അവിടെ അങ്ങനെ തൂങ്ങിയാലൊന്നും അവർ മരിക്കുകയൊന്നുമില്ല. അവർ കഴുത്ത് മുറുകി തന്നെയാണ് അവർ മരിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യ എന്നാണ്. ആത്മഹത്യയൊന്നും ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഈ ഒരു സ്റ്റെയർ കേസിലില്ല. സ്റ്റെയർ കേസിൽ അതിനുള്ള ഒരു ഫെസിലിറ്റീസിൽ അത് അവിടെ അവരങ്ങനെ കാണപ്പെട്ടു എന്നാണ്. ഒന്നിനു മുമ്പേ അടി കൊടുക്കും, എല്ലാം കൂടെ കൂട്ടത്തോടെ ചേർന്നങ്ങ് മേയും, കഴുത്തി കുടുക്കി അങ്ങ് കൊല്ലും, എന്നിട്ട് പറയും ചത്തുപോയെന്ന്. ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത്. ഇതിന് ഒത്താശയായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ഇനി പിണറായി വിജയൻ്റെ തലയിൽ കയറാൻ വരണ്ട, അദ്ദേഹം മാത്രമേ ഉള്ളൂ അവിടെ പോയി കുമ്പിട്ട് നിൽക്കാത്തത്. ബാക്കി എല്ലാവരും ഏകദേശം അവിടെ പോയി കുമ്പിട്ട് നിന്ന ആൾക്കാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്കറിയത്തില്ല. പക്ഷേ എങ്ങനെയാണ് ഇവരിവിടെ വളയ്ക്കുന്നതെന്ന് അറിയാം. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യങ്ങൾക്കായി പണം വേണം, ഫണ്ട് വേണം. പ്രതിപക്ഷത്തിന് ഒരു എമൗണ്ട് കൊടുക്കും, ഭരണപക്ഷത്തിന് ഒരു എമൗണ്ട് കൊടുക്കും. നല്ല ക്ലവറാണ്. അല്ലെങ്കിൽ പിന്നെ കടപ്പുറത്ത് തെണ്ടി തിരിഞ്ഞ് കിടന്ന ഒരു ദാത്ത ചേച്ചി ഇത്രയും വലിയൊരു പൊസിഷനിൽ വന്നിരിക്കുമോ? ഇത് വലിയ പൊസിഷനല്ലേ? എത്രയാ കമ്പനികളെന്ന് അറിയാമോ? എന്തെല്ലാം പ്രസ്ഥാനങ്ങളുണ്ടെന്ന്, സ്കൂള്, കോളേജ്, അതിനെക്കാട്ടിയും വലിയൊരു ബിസിനസ് മാഗ്നറ്റായിട്ടൊരു ഹോസ്പിറ്റൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ള കീ പൊസിഷൻ. നമ്മുടെ പിണോസ് കുണ്ണമ്പാറമയിലൊക്കെ അവിടെ നിന്നാണ് കമ്മീഷൻ അടിക്കുന്നത്. അതായത് 60-40 എന്ന റേഷ്യോയിൽ രോഗികളിൽ നിന്ന് വാങ്ങിക്കും. ഈ രോഗികളെ അവിടെ കൊണ്ട് കൊടുത്താൽ അവിടെ നിന്ന് കിട്ടും ഒരു കമ്മീഷൻ. അങ്ങനെ ആകെ മൊത്തം കമ്മീഷൻ കൊണ്ടാണ് അവൻ നിൽക്കുന്നത്. ഇത് എവിടെയെങ്കിലും തൂങ്ങി വലിച്ച് വീണ്ടും അമൃതയെ കൊണ്ടുപോയി തന്നെ കീറി എടുക്കേണ്ട അവസ്ഥ അവനും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബ്ലെസ്സിങ്, നല്ല ബ്ലെസ്സിങ്ങാണ് കൊടുക്കുന്നത്. ആകെ മൊത്തത്തിൽ ഇവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. പക്ഷേ ഞാൻ ഇന്നിട്ട് പോസ്റ്റിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് പറഞ്ഞിരുന്നു ഇത് മുൻപേ ചെയ്യേണ്ടായിരുന്നു. ഞാനിത് 2 വർഷം മുമ്പേ ഇട്ട പോസ്റ്റാണ്. 2 വർഷം മുമ്പേ ഇട്ട പോസ്റ്റ് വീണ്ടും എടുത്തുകൊണ്ട് അവിടെ റീപോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇതിനേക്കാൾ കൃത്യമായി തെളിവുകൾ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇവർ ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഒരു പെൺകുട്ടിയെ അവഹേളിക്കുന്ന കാര്യം ഉൾപ്പെടെ ഞാൻ അതിനകത്ത് പ്രതിപാദിച്ചിരുന്നു. കുട്ടി ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ നിവർത്തികളിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ആ പെൺകുട്ടി കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവോളൂ എന്ന് പറഞ്ഞ് അവഹേളിച്ചൊരു സ്ത്രീയാണ് ഈ ഇരിക്കുന്ന ബൾബിട്ട സ്വിച്ച് എത്തു, സ്വിച്ചിട്ട ബൾബ് എത്തു എന്ന് പറയുന്ന തള്ളായി. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ അവരെ പേടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, കാട്ടുകോഴിക്ക് എന്തൊരു ഓണവും സംക്രാന്തിയും, നമുക്ക് എന്ത് വന്നാലും എന്ത്, ഒന്നുമില്ല. പറയാനുള്ളത് നമ്മൾ പറഞ്ഞു വെക്കും തെളിവോടുകൂടി. പിന്നെ ലിബി ഹരി എന്ന് പറയുന്ന യുക്തിവാദിക്കെതിരെ ഇവർ കേസ് കൊടുത്തിരുന്നു. ഈ രത്നാസിങ്ങിൻ്റെ കേസൊക്കെ പറഞ്ഞ് എഴുതിയതിനാണ് കേട്ടോ. പാവപ്പെട്ടവനെ കേസ് കൊണ്ട് കൊടുത്തു, അവളും വിട്ടില്ല. എന്നാൽ ആൾ ദൈവം നേരിട്ട് വാ കോടതിക്കെന്ന് പറഞ്ഞ് അവൾ കോടതിയിലേക്ക് അങ്ങ് പോയി. അവിടെ വെച്ച് അവരത് കോംപ്രമൈസ് ചെയ്ത് വിട്ടു. അതിൻ്റെ കാരണം അത് ലിബിയല്ല കോംപ്രമൈസ് ചെയ്തത്, അവർ ഹെർസെൽഫ് കോംപ്രമൈസ് ചെയ്തതെന്ന്. എനിക്ക് കോടതിയിലൊന്നും വരാൻ പറ്റില്ലെന്ന്. ദൈവം കോടതി വരത്തില്ല, അതാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ചെറിയ യൂട്യൂബേഴ്സ് മാക്സിമം ഈ വിഷയം എടുക്കാതിരിക്കുക. കാരണം ഫേസ് ചെയ്യാൻ തയ്യാറുള്ളവർ എടുക്കുക, അല്ലാത്തവർ എടുക്കാതിരിക്കുക. കാരണം അവർ ടാർഗറ്റ് ചെയ്യും. അവർ വലിയ ടീമുകളാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുക. ഇത് മെയിൻ സ്ട്രീം ചാനലുകളൊന്നും എടുക്കാത്തത്, ആ ചാനലുകളൊക്കെ നിലനിൽക്കുന്നത് ഇവർ കൊടുക്കുന്ന പരസ്യ പൈസ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവരാരും ഇത് മൈൻഡ് ചെയ്യാത്തത്. നോട്ട് ദ പോയിന്റ്. നിലനിൽപ്പ് ഒരു പ്രശ്നമുള്ളവർ ഇതെടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഞാനിത് സംസാരിക്കും. അയാൾ എടുത്തിരിക്കുന്ന ഓരോ വീഡിയോകളും എടുത്തു വെച്ച് അനലൈസ് ചെയ്ത് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാനത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഐ വിൽ ഡു ദാറ്റ്. അല്ലാത്ത പക്ഷം നമുക്കിത് ഇഗ്നോർ ചെയ്യാം. എല്ലാം നിങ്ങളുടെ നിർദ്ദേശാനുസരണം നടക്കുന്നതായിരിക്കും. ഞാനിത് എത്രയോ കാലം മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ നല്ലൊരു ചാനൽ അടിച്ചു കളഞ്ഞ സായിയുടെ ചാനൽ ഞാൻ കാണാതെ പോയത് കൊണ്ടാണ് എനിക്കിത് ലേറ്റായിട്ട് ഇൻഫർമേഷൻ വന്നത്. നിങ്ങളുടെ ഇൻഫർമേഷൻസ് തന്നെയാണ് ആക്ച്വലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ തരുന്ന ഇൻഫർമേഷനാണ്. നിങ്ങൾ ഇൻഫർമേഷൻ നല്ല കണ്ടൻറ്റ് ഇല്ലാതെ ഞാൻ ഇവിടെ കുത്തിയിരിക്കും. ഞാൻ പിന്നെ രേണുകുണിയുടെ അടുത്തേക്ക് പോകും. അതിനേക്കാൾ നല്ല നല്ല കണ്ടൻറ്റൊക്കെ കൊണ്ടു തന്നാൽ ഐ വിൽ ഡു മാക്സിമം. നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയില്ലേ? താങ്ക്സ് പറയണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ചുമ്മാ കണ്ടിട്ട് പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക വേണം. അപ്പം ചെയ്തില്ലേലും ഒന്നുമില്ല. നിങ്ങളെല്ലാം കൊണ്ട് അമൃതാനന്ദമയ്ക്കല്ലേ കൊടുക്കുന്നത്. കുടുങ്ങിയും ഇനിയും കൂടുതൽ കുടുങ്ങിയും നല്ല കാര്യം.